ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശ്രേയാസ് വേൾഡ്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന സ്റ്റിക്കറൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ടൊരു പ്ലെയിൻ വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ പെൻസിൽ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ പിക്ചേഴ്സൊക്കെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലൂ ഇങ്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഇതെല്ലാം നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ബ്ലാക്ക് ഇങ്ക് ആണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ ബ്ലൂ ഇങ്ക് വെച്ച് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്ത സ്റ്റിക്കറൊക്കെ ബ്ലൂ ഇങ്ക് വെച്ചാണ് ചെയ്തത്. ഇപ്പോൾ ചെയ്യുന്നത് ബ്ലാക്ക് ഇങ്ക് വെച്ചാണ്. നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നു അത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പെൻസിൽ വെച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പേന വെച്ച് വരയ്ക്കുമ്പോൾ ശരിയാക്കും. കാരണം ഇപ്പോൾ അത് പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് ചരിഞ്ഞ് പോയിട്ടുണ്ടെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് പേന വെച്ച് വരയ്ക്കുമ്പോൾ അത് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം അതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ചില പിക്ചേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഇടക്ക് ഈ പെൻസിലിൻ്റെ പാടുകൾ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനതൊരു ഇറേസർ വെച്ച് ഇറേസ് ചെയ്യാൻ നോക്കിയതാണ് ആ ചെറുതായിട്ടൊന്ന് അവിടെ പടർന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു പേനയുടെ ഇങ്ക് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. എനിക്കതിന് ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കും. പിന്നെ നമ്മൾ ഡോംസിൻ്റെ പെൻസിൽ കളർ വെച്ചാണ് ഒന്ന് കളർ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് യെല്ലോ ആയിട്ടൊന്ന് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കൗതുകം ലേശം കൂടുതലായതുകൊണ്ടും കുറച്ച് ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഷെയ്ഡിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ കളറൊക്കെ വാരിക്കോരി അടിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അവസാനം കുഴപ്പമില്ലാതെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് കുളമാവുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നേരത്തെ അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അതുപോലെ കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിക്ചേഴ്സൊക്കെ സുന്ദര കുട്ടപ്പന്മാരായിരിക്കുന്നത് കണ്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നത് കുറച്ച് ക്ഷമ വേണ്ട കാര്യമാണ്. ഇത് ഞാനെല്ലാം അടുപ്പിച്ച് വരച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. അതാകുമ്പോൾ നമുക്ക് ഓരോന്നിനെയും വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പം നമ്മൾ കുറച്ച് വൈറ്റ് പോർഷൻ നിർത്തിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നും, ക്യൂട്ടായിട്ടിരിക്കാനൊക്കെയാണ് ഈ വൈറ്റ് പോർഷൻ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈറ്റ് പോർഷൻ കട്ട് ചെയ്യാതെ ആ ഒരു പിക്ചറിനോട് ചേർത്ത് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. കുറച്ച് ഇതായിട്ടായിരിക്കും, മെസ്സി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ വൈറ്റ് പോർഷൻ നിർത്തിക്കൊണ്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത് ഈ വൈറ്റ് പോർഷൻ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബ്ലൂ ഇങ്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റിക്കറിൻ്റെ കാര്യം. അതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു സ്റ്റിക്കർ കേട്ടോ. ഇതിലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട, ബ്ലൂ ഇങ്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്തതാണോ ബ്ലാക്ക് ഇങ്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്തതാണോ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. പിന്നെ നമ്മുടെ സെലോ ടേപ്പ് മേളിലോട്ട്, അതായത് പശയുള്ള വശം മേളിലോട്ട് നിർത്തിക്കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വയ്ക്കും. ഞാനിപ്പോൾ ഒരു സർഫേസിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ കളർ ചെയ്ത ഈ ഓരോ പിക്ചേഴ്സും, അതായത് ആ ഒരു പശയുള്ള ഭാഗത്തേക്ക് ഫേസ് ചെയ്തതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഇത് നമ്മൾ ജസ്റ്റ് പിക്ചർ അല്ലേ, ഇത് സ്റ്റിക്കർ ആക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ വീതിയുള്ളൊരു സെലോ ടേപ്പിൽ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഈ ജസ്റ്റ് ഈ പിക്ചർ വരച്ചിട്ട് നമ്മുടെ പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. നമുക്ക് ഈ സെലോ ടേപ്പിന് അധികം വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. കണ്ടോ, ഇപ്പം അവിടെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഒട്ടി നിൽക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ സെലോ ടേപ്പ് കീറി പോകാൻ സാധ്യതയുണ്ട്. അതായത് പകുതിക്ക് വെച്ച് രണ്ടായിട്ട് കീറി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മുടെ സിസേഴ്സിൽ ഒട്ടിപ്പിടിക്കുന്നത് അത് വലിയൊരു പണിയാണ്. നമ്മൾ അത് 2-3 പ്രാവശ്യം വെട്ടി കഴിയുമ്പോൾ തന്നെ അതെടുത്ത് മാറ്റി കൊടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് വൃത്തിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ബ്ലൂ ഇങ്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്തെടുത്ത പിക്ചേഴ്സാണ്. അതിൻ്റെ കൂടെ ഒരു കോയിൻസിഡൻസ് നടന്നുണ്ടോ, അപ്പുറത്തും ട്യൂലിപ്പ് ഇപ്പുറത്തും ട്യൂലിപ്പ്. പിന്നെ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുത്ത് ചെയ്താലും നമുക്ക് നല്ല അടിപൊളി സ്റ്റിക്കേഴ്സ് കിട്ടാനല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു ബോയും പിന്നെ ഒരു മൂങ്ങക്കുട്ടീനെയും നമ്മുടെ മൂണും സ്റ്റാറും നമ്മുടെ റെയിൻബോയും പിന്നെ ഒരു ഐസ്ക്രീം പോലത്തെ ഒരു സംഭവവും പിന്നെ നമ്മുടെ മഷ്റൂമും പിന്നെ ഒരു ആനിമലിൻ്റെ കാൽപാദമൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നമ്മുടെ സ്റ്റിക്കർ ബുക്കിൽ ഒന്ന് ഒട്ടിച്ച് കാണിച്ച് തരാൻ. കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ, നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കർ തന്നെ യൂസ് ചെയ്യുമ്പം. ഇത് അത്യാവശ്യം നന്നായിട്ട് സ്റ്റിക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇത് കുറേ പ്രാവശ്യം ഒട്ടിച്ചും ഇതായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പശ പോകാൻ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല. അത് നമ്മൾ ഈ ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പോസ്റ്റ് ചെയ്യാമേ. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്ക്. വെക്കേഷനൊക്കെ അല്ലേ, സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.